മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കണ്ടൻ്റാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സാണ് നമ്മൾ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പോലത്തെ ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, വളരെ സൈസ് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സംഭവം ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് ഈസ് വെരി റിലയബിൾ. അതോടൊപ്പം തന്നെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്. വളരെ ഫാസ്റ്റാണ്. ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഒരു മെയിൻ കണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ ഒരു സെക്ഷനാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, രണ്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റസ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് വേണം. സിംഗിളായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് വേണ്ടി വരും. അതുപോലെ ഒന്നോ രണ്ടിൽ കൂടുതലോ ഇൻപുട്ടുകൾ നമുക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഒരു ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് മേക്സ് എ ലോജിക് ഡിസിഷൻ ആൻഡ് ഇറ്റ് ഹാസ് വൺ ഔട്ട്പുട്ട് ആൻഡ് വൺ ഓർ മോർ ഇൻപുട്ട് എന്നുള്ള ഒരു കേസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള 3 ലോജിക് ഗേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റുകൾ ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഓർ, ആൻഡ്, നോട്ട്. ഈ തരത്തിൽ 3 ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോജിക് ഗേറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. നാൻഡ്, അതുപോലെ നോർ. പിന്നെ ഡി മോർഗൻസ് തിയറം, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു തിയറാണ് ഡി മോർഗൻസ് തിയറം. ഈ തിയറമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ 2 കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ ഒരു ലോജിക്കൽ സർക്യൂട്ടിൽ. ഒന്നെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. ഈ രീതിയിലുള്ള 2 ഡിസിഷൻ മാത്രമാണ് ഒരു ലോജിക്കൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓൺ എന്ന് പറഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസിഷനെ നമ്മളൊരു ബൈനറി നമ്പർ സിസ്റ്റം വെച്ചിട്ട് അല്ലെങ്കിൽ ബൈനറി കോഡഡ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ ബൈനറി കോഡഡ് സിസ്റ്റം വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ബൈനറി കോഡിൽ 2 നമ്പേഴ്സ് മാത്രമാണ് വരുന്നത്, 0, 1. അപ്പോൾ ഓഫ് എന്ന് മീൻ ചെയ്യുന്നത് 0 എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടും ഐനെ നമ്മൾ 1 എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ലോജിക് ഗേറ്റിൽ 1 എന്നുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ മീൻ ചെയ്യുന്നത് ആ ലോജിക്കൽ സർക്യൂട്ട് ഓൺ ആണ്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ടിൽ മാക്സിമം വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ പറ്റും. 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നേരെ തിരിച്ചും, അതായത് ലോ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള 2 ഡിസിഷനാണ് ഒരു ലോജിക്കൽ സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലോജിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർ ഗേറ്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലോ ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടും വരുന്ന ഒന്നാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനി ഇൻപുട്ട്, എത്ര ഇൻപുട്ട് ഉണ്ടാവാം, അതിൽ ഏതെങ്കിലും ഇൻപുട്ട് ഈസ് ഐ, ദ ഔട്ട്പുട്ട് ഈസ് ഐ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഐ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ഐ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാം. 2 ഇൻപുട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, എ, ബി. ഔട്ട്പുട്ടിനെ ഞാൻ വൈ ആയിട്ട് എടുക്കുകയാണ്. എ എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ലോ കൊടുക്കുന്നു, ബി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ലോ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഏതാണ് നമുക്ക് നോക്കാം. ദെൻ 0, 1, 1, 0, 1, 1 ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷനാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ ഇൻപുട്ട് ലോ, രണ്ടാമത്തെ ഇൻപുട്ട് ലോ, രണ്ടാമത്തെ സെറ്റിലെ ആദ്യത്തെ ഇൻപുട്ട് ലോ, രണ്ടാമത്തെ ഇൻപുട്ട് ഐ, മൂന്നാമത്തെ സെറ്റിലെ ആദ്യത്തെ ഇൻപുട്ട് ഐ, രണ്ടാമത്തെ ഇൻപുട്ട് ലോ, പിന്നുള്ള സെറ്റിലെ 2 ഇൻപുട്ടും ഐ ആക്കി എടുക്കുകയാണ്.
അപ്പോൾ OR ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഐ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഐ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ഇൻപുട്ടും ലോ ആയതുകൊണ്ട് ഔട്ട്പുട്ട് ലോ, ഇവിടെ ഒരു ഇൻപുട്ട് ഐ ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഐ വരും. ഇവിടെയും ഒരു ഇൻപുട്ട് ഐ ആണ്, ഐ വന്നു. ഇവിടെ രണ്ടും ഐ ആണ്, സോ എന്ത് ചെയ്യും, 1 വരും. ഇതാണ് ഒരു OR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ലോജിക്കൽ സിമ്പിളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബി എന്നുള്ള രണ്ട് ഇൻപുട്ടുള്ള ഒരു ലോജിക്കൽ സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ലോജിക്കൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്താ പറയുക സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എ, ഇത് ബി, ഇത് ഔട്ട്പുട്ട് വൈ. ഇനി ഇതിൻ്റെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ള രീതിയിലായിരിക്കും. എ പ്ലസ് ബി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0 + 0 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 പ്ലസ് അല്ല പറയുക ഓർ 0 or 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 or 0 1 1 or 1 1. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡയോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഡയോഡിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ നമ്മൾ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഇൻപുട്ടിൽ 0 എന്ന് കൊടുക്കുകയാണ്, രണ്ടാമത്തെ ഇൻപുട്ടിൽ നമ്മൾ 0 കൊടുക്കുകയാണ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന 0 കൊടുക്കുകയാണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ അവിടെ ലോ എന്നുള്ള പാർട്ടാണ്. അപ്പോൾ D1 ഉം D2 എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും, റിവേഴ്സ് ബയാസിലായിരിക്കും. ഓക്കെ, റിവേഴ്സ് ബയാസിലായിരിക്കും. സോ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 0 ആണെങ്കിൽ D1 ഉം D2 എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, റിവേഴ്സ് ബയാസിലായിരിക്കും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 1 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലായിരിക്കും, പക്ഷേ D2 എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, ഫോർവേഡ് ബയാസിലായിരിക്കും. സോ കറണ്ട് പാസ് വിൽ ബി ത്രൂ ഇൻ ദിസ് ഏരിയ. അപ്പോൾ നമുക്ക് RLന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ ലോജിക്കൽ ഡിസിഷൻ ദാറ്റ് ഈസ് 1. ഇനി എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലായിരിക്കും, D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലായിരിക്കും. സോ അവിടെയും നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 കിട്ടും. ദെൻ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 1 ആണ് നമുക്ക് പറയുന്നതെങ്കിൽ D1 ഉം D2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഫോർവേഡ് ബയാസിലായിരിക്കും. അപ്പോഴും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിസിഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതാണ് നമ്മളെ എന്താ പറയുക OR ഗേറ്റുമായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ഗേറ്റിലേക്ക് നമ്മൾ പോവുകയാണ്, ദാറ്റ് ഈസ് AND ഗേറ്റ്. ഓക്കെ, AND ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ഇൻപുട്ടുകളും 2 or more ഇൻപുട്ട് അതുപോലെ ഒരു ഔട്ട്പുട്ടും വരുന്ന ഒന്നാണ് എന്ത്, AND ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനി ഇൻപുട്ട് ലോ ദ ഔട്ട്പുട്ട് ഈസ് ലോ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആയാൽ മതി, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ലോയിലേക്ക് മാറും. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, രണ്ട് ഇൻപുട്ടുള്ള ഒരു AND ഗേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എ ബി വൈ. ആദ്യത്തെ ഡിസിഷൻ 0 0 0 1 1 0 1 1 ഇങ്ങനെയുള്ള ഡിസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പോൾ 0 0 ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ, ഇത് രണ്ടും ഇൻപുട്ട് ലോ ആയതുകൊണ്ട് ഔട്ട്പുട്ട് ലോ. ഇവിടെ ഒരു ഇൻപുട്ട് ലോ വരുന്നുണ്ട്, ഔട്ട്പുട്ട് ലോ. ഇവിടെയും ഒന്ന് വരുന്നുണ്ട് ലോ. ഇവിടെ രണ്ടും ഐ ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. AND ഗേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സിമ്പിൾ വരുന്നത് ഈ ലെക്ചർ D എന്ന് പറയുന്ന ലെക്ചർ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എ ബി ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എ ഡോട്ട് ബി, അതായത് എ ആൻഡ് ബി എന്നുള്ള റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ലോജിക്കൽ സിമ്പിൾ നമ്മൾ ഇതിലേക്കാണെങ്കിൽ 0 and 0 എന്ന് പറയുന്നത് 0 0 and 1 എന്ന് പറയുന്നത് 0 1 and 0 എന്ന് പറയുന്നത് 0 1 and 1 എന്ന് പറയുന്നത് 1. ഇതായിരിക്കും നമ്മുടെ ലോജിക്കൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. രണ്ട് ഡയോഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു റെസിസ്റ്റൻസ് ഒരു 5 volt ഇവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടല്ല, പകരം ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ D1 ഉം D2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോർവേഡ് ബയാസിലായിരിക്കും. കാരണം ഇവിടെയാണ് നമ്മൾ നെഗറ്റീവ് വരുന്നത്, ഇവിടെയാണ് പോസിറ്റീവ് വരുന്നത്. ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് തന്നെ കറണ്ട് പാസ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിൽ.
എ മുതൽ ഈ എർത്ത് വരെ അല്ലെങ്കിൽ ബി മുതൽ ഈ എർത്ത് വരെ. അപ്പോൾ ഈ പോയിന്റിൽ ഇപ്പോൾ കറൻറ്റെല്ലാം ഈ ഭാഗത്ത് കൂടെ എന്ത് ചെയ്യും, ഡ്രോപ്പായി പോവും. അപ്പോൾ കറൻറ്റ് ഇങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും, 0 വരും. ഇനി എ സീക്വൽ ടു 0 ബി സീക്വൽ ടു 1 ആണെങ്കിൽ D1 എന്ന് പറയുന്നത് ഫോർവേഡ് ആയിരിക്കും, D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പോഴും കറൻറ്റ് പാസ് ചെയ്യുന്നത് എ ആർ ഇതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഈ പോയിൻറ്റിനെ ക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, 0 വരും. ദെൻ എ സീക്വൽ ടു 1 ബി സീക്വൽ ടു 0 ആണെങ്കിൽ D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലായിരിക്കും, D2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലായിരിക്കും. സോ അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. ദെൻ എ സീക്വൽ ടു 1 ബി സീക്വൽ ടു 1 ആണെങ്കിൽ D1ഉം D2ഉം അവിടെ എന്തായിരിക്കും, റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും റിവേഴ്സ് ബയാസ്, ഇത് രണ്ടും കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ കറൻറ്റ് ഇതിലൂടെ പാസ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും, ഈ കറൻറ്റ് ഈ 5 വോൾട്ട് ഇത് രണ്ടും കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഈ കറൻറ്റ് ഇങ്ങോട്ടും പാസ് ചെയ്യില്ല, ഈ ഇവിടെ നിന്നുള്ള കറൻറ്റ് ഇങ്ങോട്ടും പാസ് ചെയ്യില്ല. പകരം ഈ കറൻറ്റ് 5 വോൾട്ട് എന്ന് പറഞ്ഞത് ഈ റെസിസ്റ്റൻസിലൂടെ പോയി ഈ ഡയറക്ഷനിലേക്ക് പോവില്ല. കാരണം ഇത് രണ്ടും എന്താണ്, റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട്. സോ കറൻറ്റ് പാസ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. സോ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും, 1 കിട്ടും. ഇതാണ് നമ്മളെ ആൻഡ് ഗേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോട്ട് ഗേറ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരുന്ന ഒന്നാണ് എന്ത്, നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്നാൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇൻപുട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക്കൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് ഉണ്ടാവുള്ളൂ, ഒരു ഔട്ട്പുട്ടും. നമ്മൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് 1 കിട്ടും, 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻപുട്ട് 0യും കിട്ടും. എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കിട്ടുന്നത്. ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഗേറ്റാണ് എന്ത്, നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഇവിടെ ഒരു ബബിൾ ഉണ്ടാവും. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും വൈ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും. ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ബാർ എന്നതായിരിക്കും. കോംപ്ലിമെൻ്റ് എടുക്കുക, കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, നോട്ട് ഗേറ്റിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം നമ്മൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം നമ്മൾ പറയുന്നത്. സോ കണക്ഷൻ ഡയഗ്രം പറയാൻ വേണ്ടി നമ്മൾ NPN ട്രാൻസിസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എമിറ്റർ റീജിയൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ബേസിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. കലക്ടർ ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. നമ്മൾ എ സീക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സാച്ചുറേറ്റഡ് ആയിരിക്കും. സോ കറൻറ്റ് പാസ് ചെയ്യുന്നത് എ മുതൽ BE എന്നുള്ള ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യും, കറൻറ്റ് പാസ് ചെയ്യും. സോ നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, 0 കിട്ടും. ഇനി എ സീക്വൽ ടു 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കട്ട് ഓഫ് റീജിയൻ ആയിരിക്കും. അപ്പോൾ കറൻറ്റ് എന്ത് ചെയ്യില്ല, ഇതിലൂടെ പാസ് ചെയ്യില്ല. പകരം ഈ 5 വോൾട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ Y സീക്വൽ ടു എന്ത് കിട്ടും, 1 കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. നമ്മൾ എ സീക്വൽ ടു 1 ആകുമ്പോൾ സാച്ചുറേഷൻ ആകുമ്പോഴും ഈ 5 വോൾട്ട് എന്ത് ചെയ്യാണ്, ഇതിലൂടെയാണ് പാസ് ചെയ്യുക, ഈ ട്രാൻസിസ്റ്ററിലൂടെ പാസ് ചെയ്യും, ഈ ഡയറക്ഷനിലേക്ക് വരില്ല. 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് കട്ട് ഓഫ് ആണ്. അപ്പോൾ ഈ ഭാഗത്തൂടെ കറൻറ്റേ പാസ് ചെയ്യില്ല. പകരം നമുക്ക് 5 വോൾട്ട് ഈ ഡയറക്ഷനിലൂടെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള 3 ലോജിക് ഗേറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ യൂണിവേഴ്സൽ ഗേറ്റിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സൽ എന്താ പറയുക, എല്ലാ ബേസിക് ഗേറ്റുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന 2 ഗേറ്റുകളാണ് എന്താ പറയുക, യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുക. ഓൾ ബേസിക് ലോജിക് ഗേറ്റ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ദിസ് ഗേറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം. 2 രീതിയിലുള്ള യൂണിവേഴ്സൽ ഗേറ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നാൻഡ്, നോർ. ഇങ്ങനെ 2 ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാൻഡ് ഉപയോഗിച്ച് നമുക്ക് 3 ബേസിക് ആയിട്ടുള്ള ആൻഡ്, നോട്ട്, നോർ ഇതൊക്കെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നോർ ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ബേസിക് ലോജിക് ഗേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് പ്ലസ് നോട്ട്, ഒരു ആൻഡ് ഗേറ്റും ഒരു നോട്ട് ഗേറ്റും വരുന്ന ഒരു കേസാണ് എന്ത്,
നാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആൻഡ് ഗേറ്റ് അതിനെ ഒരു നോട്ട് ഗേറ്റ് വെച്ച് കണക്ട് ചെയ്യുക. ഇതിനാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എ ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ആൻഡ് ബി, ദെൻ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? y = എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ഇതിനെ ഒരു സിംഗിൾ ഡയമെൻഷൻ അല്ലെങ്കിൽ സിംഗിൾ കോമ്പിനേഷൻ അല്ലെങ്കിൽ സിംഗിൾ ലോജിക്കൽ സിസ്റ്റം വെച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ദിസ് വൺ. അപ്പോൾ ഈ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ അനലൈസ് ദിസ് ഈസ് എ നാൻഡ് ഗേറ്റ്. ആൻഡ് ആണെങ്കിൽ ഈ ഡി എന്ന് പറയുന്ന ഒരു ലെക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ നോട്ടിൻ്റെ ഈ ബബിളും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? ദിസ് ഈസ് എ ആൻഡ്. അപ്പോൾ ഇത് എ ഇത് ബി ആണെങ്കിൽ ഇവിടെ y = എ ആൻഡ് ബി എന്നുള്ള കേസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻഡ് ഗേറ്റിനെ നോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ആൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും? 0 ആവുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ 0 0 എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റ് പ്രകാരം അത് 0 ആവണം. അതിനെ നോട്ട് ചെയ്യുക. അപ്പോൾ 1 വരും, ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും, ഇവിടെ 0 വരും. ഇതാണ് ഒരു നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓൾ ഇൻപുട്ട് ആർ ഐ, അല്ലെങ്കിൽ എനി ഇൻപുട്ട് ഈസ് ഐ, ഔട്ട്പുട്ട് ഈസ് ഐ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഐ അല്ല ലോ. എനി ഇൻപുട്ട് ഈസ് ലോ, ദ ഔട്ട്പുട്ട് ഈസ് ഐ. ഓർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓറിൽ എന്താണ് 0 0 എന്ന് പറയുന്നത് 0 ആയിരുന്നു. അപ്പോൾ ഓർ ഗേറ്റിന് ഇക്വാലൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നത് എനി ഇൻപുട്ട് ഈസ് ലോ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഐ ആയിരിക്കും. ഇവിടെ ഒരു ഇൻപുട്ട് ഐ ലോ ആണ്, ഔട്ട്പുട്ട് വന്നു. ഇവിടെ ഒന്ന് ലോ ആണ്, ഐ വന്നു. ഇവിടെയും ലോ ലോ ആണ്, ഐ വന്നു. രണ്ട് ഇൻപുട്ടും ഐ ആവുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ലോജിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് ബൂളിയൻ എക്സ്പ്രഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ബൂളിയൻ എക്സ്പ്രഷൻ ഇത്രയാണ് നമുക്ക് നാൻഡ് ഗേറ്റുമായി നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 3 ബേസിക് ലോജിക് ഗേറ്റ് നമുക്ക് എന്ത് ചെയ്യണം? കൺസ്ട്രക്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ 3 കൺസ്ട്രക്ഷൻ. ഇപ്പോൾ നോട്ട് ഗേറ്റാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഒരു നാൻഡ് ഉപയോഗിച്ച് നമുക്ക് നോട്ട് നിർമ്മിക്കാം. 2 നാൻഡ് ഉപയോഗിച്ച് ഒരു ആൻഡ് ഗേറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതുപോലെ 3 നാൻഡ് ഉപയോഗിച്ച് നമുക്കൊരു നോർ ഗേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇത് 1 0 എന്നുള്ള സെക്ഷൻ നോക്കാം. അപ്പോൾ എ എന്ന് പറഞ്ഞത് നമ്മൾ 1 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 1 1 എന്ന് വരുന്നു. നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ പ്രകാരം 1 1 വരാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് 1 1 വരുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. ഇനി ഇതിലേതെങ്കിലും ഒരു കേസ് നോക്കാം. 0 1 എന്നുള്ളൊരു കേസ് നോക്കാം. അപ്പോൾ ഇവിടെ 0 ഇവിടെ 1 കൊടുക്കുന്നു. അപ്പോൾ 0 1 വരാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 1 ആയിരിക്കും. ഈ 1 ഇവിടെയും വരും, ഈ 1 ഇവിടെയും വരും. അപ്പോൾ 1 1 വരാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. അപ്പോൾ 0 1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും ഔട്ട്പുട്ട്. ഇനി ഓർ ഗേറ്റുമായി ബന്ധപ്പെട്ട് ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. 1 1 എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ട് 1 വരുന്നത്. അപ്പോൾ ഇവിടെ 1 കൊടുക്കുന്നു, ഇവിടെ 1 കൊടുക്കുന്നു. ഈ 1 ഈ 2 ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 1 1 വരാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. ഇവിടെയും 1 1 ആണ്, അപ്പോഴും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. 0 0 വരാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 1 ആയിരിക്കും. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് നാൻഡ് ഗേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർ ഗേറ്റും ഒരു നോട്ട് ഗേറ്റും വരുന്ന ഒരു കേസാണ് എന്ത്? നോർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർ ഗേറ്റ് വരുന്നുണ്ട്, ഈ ഓർ ഗേറ്റിൻ്റെ കൂടെ ഒരു നോട്ട് ഗേറ്റും, ഈ രീതിയിൽ വരുന്ന ഒരു തന്നെയാണെന്ന് പറയുക നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ y = എ ഓർ ബി, ദെൻ എ ഓർ ബി കോംപ്ലിമെൻറ്റ്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് y = എ ഓർ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇത് നമുക്ക് സിംഗിൾ ലോജിക്കൽ കൺസ്ട്രക്ഷൻ വെച്ച് നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം? 2 ഇൻപുട്ട്, ഒരു ലോജിക്കൽ, ഒരു ബബിളും, ഒരു ഓർ ഗേറ്റും ഒരു ബബിളും. ഇതാണ് ഒരു നോർ ഗേറ്റിൻ്റെ എന്താ പറയുക ലോജിക് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എ ബി ആണെങ്കിൽ ഇവിടെ y = എ ഓർ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി നോർ ഗേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് നോക്കാം. അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. ഓക്കെ, എ ബി കോംപ്ലിമെൻറ്റ്.
0 0 0 1 1 0 1 1 നമ്മൾ കോമ്പിനേഷൻ എഴുതി. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ നോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, നോർ എന്ന് പറയുന്നത്. അപ്പോൾ 0 0 ആണ് വരുന്നതെങ്കിൽ ഓർ ഗേറ്റ് പ്രകാരം 0 ആണ്, അപ്പോൾ 1 ആക്കും. 0 1 പ്രകാരം ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്, അതിനെ 0 ആക്കാം. 1 0 പ്രകാരം ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്, അതിനെ 0 ആക്കി. 1 1 പ്രകാരം ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, 0 1 ആണ്, അതിനെയും 0 ആക്കി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എനി ഇൻപുട്ട് ഈസ് ഐ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഐ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഇതാണ് നോർ ഗേറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഐ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആയിരിക്കും എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഐ, ഇവിടെ ഒന്ന് ഇത് ഐ ആണ്, ഇത് ഐ, ഇവിടെ ഇതിൽ ഇത് ഐ ആണ്, ഇതിൽ രണ്ടും ഐ ആണ്, അപ്പോൾ ഔട്ട്പുട്ടൊക്കെ എന്ത് വന്നു, ലോ വന്നു. ഇത് രണ്ടും എന്താണ്, ലോ ആണ്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് മാക്സിമം എന്താ പറയുക ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ പറഞ്ഞു, ലോജിക്കൽ സിമ്പിൾ പറഞ്ഞു, ബൂളിയൻ എക്സ്പ്രഷൻ പറഞ്ഞു, ബൂളിയൻ ലോജിക്കൽ ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ബേസിക് ലോജിക് ഗേറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് നോർ ഗേറ്റുമായി ബന്ധപ്പെട്ട് ബേസിക് ലോജിക് ഗേറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നോർ ഗേറ്റിന് വേണ്ടി നമ്മളൊരു നോർ ഗേറ്റാണ് ഉപയോഗിക്കുന്നത്, ആൻഡ് ഗേറ്റിന് വേണ്ടി 3 എണ്ണം, അതുപോലെ ഓറിന് വേണ്ടി 2 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളിൻ്റെ ഏതെങ്കിലും ഒന്ന് വെരിഫൈ ചെയ്യാം. 0 1 വെരിഫൈ ചെയ്യാം. ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ ഈ നോർ ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും 0 ആയിട്ട് വന്നു. 0 0 ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ദിസ് ഈസ് വെരിഫൈഡ്. ആൻഡ് ഗേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. 1 1 1 എന്നുള്ളൊരു കൺസ്ട്രക്ഷൻ. അപ്പോൾ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 1 കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും 1 വന്നു. ഇവിടെ 2 ഇൻപുട്ടും 1 വന്നു. ഒരു നോർ ഗേറ്റിൻ്റെ ഇൻപുട്ട് രണ്ടും 1 1 വരാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ നോർ ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും 0 വന്നു. 0 0 ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്നുള്ളത് എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ദിസ് ഈസ് വിൽ ബി വെരിഫൈഡ്. ദെൻ എ ബി എന്ന് പറയുന്നതിൻ്റെ കേസിൽ, ഓർ ഗേറ്റിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, 0 0 എന്നുള്ളൊരു കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, 0 0 എന്നുള്ള 2 ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. 0 0 വരാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇവിടെ 1 വന്നു, ഇവിടെയും 1 വന്നു. 1 1 ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ദിസ് ഈസ് വെരിഫൈഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ യൂണിവേഴ്സൽ ഗേറ്റ് ഉപയോഗിച്ചിട്ട് 3 ബേസിക് ആയിട്ടുള്ള ഗേറ്റുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതുകൊണ്ടാണ് നോറിനെയും നാൻഡിനെയും നമ്മൾ ബേസിക് ലോജിക് ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിമോർഗൻസ് തിയറമാണ്. ഡിമോർഗൻസ് തിയറം എന്ന് പറയുന്നത് ലോജിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു തിയറാണ് ഡിമോർഗൻസ് തിയറം എന്ന് പറയുന്നത്. 2 തിയറാണ് നമുക്കിതിൽ പഠിക്കേണ്ടത്. ഒന്നാമത്തെ തിയറം എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഈക്വൽ ടു ദ സം ഓഫ് ദ കോംപ്ലിമെൻറ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഓരോ കോംപ്ലിമെൻറ്റിൻ്റെയും സമ്മിന് ഇക്വലൻ്റ് ആണ്. ദാറ്റ് ഈസ് എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് റൂള് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ട്രൂത്ത് ടേബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ ആൻഡ് ബി കോംപ്ലിമെൻ്റ് എന്നാണത് ഒരു ആൻഡ് ഗേറ്റ്. ഓക്കെ, ഒരു ആൻഡ് ഗേറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതുപോലെ ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ അതിനെന്ത് ചെയ്യുക, ഓർ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന് എന്താണ്, ഇക്വലൻ്റ് ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ ഫോർ ദ ഡിമോർഗൻസ് തിയറം. ഇനി ഇതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ഇൻപുട്ടിലൊരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എ ബി എന്നുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എ ആൻഡ് ബി ആദ്യം കാണുക. അപ്പോൾ 0 0 ആണെങ്കിൽ 0, 0 1 ആണെങ്കിൽ 0, 1 0 ആണെങ്കിൽ 0, 1 1 ആണെങ്കിൽ 0. അതിൻ്റെ കോംപ്ലിമെൻ്റാണ് നമുക്ക് അടുത്തിൽ കാണേണ്ടത്. ഇപ്പോൾ 0 1 ആയിട്ട് മാറും, 1 0 1 0 1 1 0 ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇനി എ കോംപ്ലിമെൻറ്റ് 0 ആണ് എ, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 1 0 0. ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 0 1 0. ദെൻ ഇത് രണ്ടും തമ്മിലുള്ള ഓറാണ് 1 1 എന്ന് പറഞ്ഞാൽ 1 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 0 1 എന്ന് പറഞ്ഞാൽ 1 0 0 എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഈ ഒരു ടേബിളും എന്താണ്, ഇക്വലൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ എഴുതാം, എ ആൻഡ് ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ദിസ് ഈസ് എ ഫസ്റ്റ് റൂൾ. ഓക്കെ, ഇനി സെക്കൻഡ് റൂൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
ഡി മോർഗൻസ് തിയറത്തിൻ്റെ സെക്കൻഡ് തിയറം അല്ലെങ്കിൽ സെക്കൻഡ് റൂൾ. ദാറ്റ് ഈസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സം ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ കോംപ്ലിമെൻറ്റ്. ഒരു സമ്മിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഓരോ കോംപ്ലിമെൻറ്റിൻ്റെയും പ്രോഡക്റ്റിന് ഇക്വലൻ്റ് ആണ്. ദാറ്റ് ഈസ് എ ഓർ ബി കോംപ്ലിമെൻറ്റ്സ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ രണ്ട് റൂളും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ ആൻഡാണ്, ഇവിടെ ഓറാണ്, ഇവിടെ ഓറാണ്, ഇവിടെ ആൻഡാണ്. ആ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്നത് ഒരു ഓർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിസ്റ്റം പറയുന്നത് എ ഓർ ബി. അതിന് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ഓർ ബി കോംപ്ലിമെൻറ്റ്. ഇതെന്ന് പറഞ്ഞത് എ എന്ന് പറയുന്നതിന് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുക, ബി എന്ന് പറയുന്നതിന് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് വരും. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക, വെരിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം, എ ബി എന്ന് പറഞ്ഞ രണ്ട് ഇൻപുട്ട് എടുക്കുന്നുണ്ട്, അതിൻ്റെ കോമ്പിനേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർ ഗേറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്, ഓർ പ്രോസസ്സ്. അപ്പോൾ 0 0 ആണെങ്കിൽ 0 0 1 1 1 0 1 1 1 0. ഇനി അതിൻ്റെ നോട്ടാണ് കാണേണ്ടത്. അപ്പോൾ നോട്ട് കാണുമ്പോൾ നമുക്ക് എഴുതാം 1 0 0 0. ഓക്കെ. ഇനി എ കോംപ്ലിമെൻറ്റ് 0 0 1 1 എന്നതാണ്. അപ്പോൾ 1 1 0 0 വരും. ബി കോംപ്ലിമെൻറ്റ് കണ്ടാൽ 1 0 1 0. ദെൻ അതിനെ ആൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, 1 1 എന്ന് പറയുന്നത് 1 കിട്ടും, 1 0 എന്ന് പറയുന്നത് 0 0 1 എന്ന് പറയുന്നത് 0 0 0 എന്ന് പറയുന്നത് 0. ഓക്കെ. അപ്പോൾ ആൻഡിൻ്റെയും നോറിൻ്റെയും ഓറിൻ്റെയും ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു കാര്യം, ഈ രണ്ട് കോൾ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. രണ്ടും എന്താണ്, ഈക്വലാണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഓർ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. ദിസ് ഈസ് ദ സെക്കൻഡ് റൂൾ അല്ലെങ്കിൽ സെക്കൻഡ് തിയറം. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് തിയറം എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ഗേറ്റുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റും എക്സ്ക്ലൂസീവ് നോർ ഗേറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലോ 2 ഓർ മോർ ഇൻപുട്ട് 1 ഔട്ട്പുട്ട് വരുന്ന കേസാണ് എന്ത്, എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വരുന്ന മീനിങ് വരുന്നത് എന്താ വെച്ചാൽ, ദ നമ്പർ ഓഫ് ഇൻപുട്ട് ഈസ് ഐ ഈസ് ഓഡ്. അതായത് ഇൻപുട്ടുകളുടെ വാല്യൂ ഐ ഇൻപുട്ടുകളുടെ, അതായത് നമ്പർ ഓഫ് ഐ ഇൻപുട്ട് ഈസ് ഓഡ്, ദ ഔട്ട്പുട്ട് ഈസ് ഐ. അതായത് ഇൻപുട്ടുകളുടെ കേസുകളിൽ 1 എന്ന് പറയുന്ന നമ്പർ ഓഡായിട്ടാണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐ ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാം, എ ബി വൈ 0 0 1 0 1 1 0 0 0. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ 1 എന്ന് പറയുന്ന നമ്പർ ഈവൻ ആണ്, ഇവിടെ ഓഡാണ്, ഇവിടെയും ഓഡാണ്. ഓക്കെ, ഇവിടെ 1 1 ആണ്, ഈവൻ. അപ്പോൾ ഐ എന്ന് പറയുന്ന ഇൻപുട്ടുകൾ ഓഡാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഓഡാകുമ്പോൾ ഇവിടെ 1, ഇവിടെയും 1, ബാക്കി എല്ലാത്തിലും 0. ഇതാണ് ഒരു എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ട്രൂത്ത് കൺസ്ട്രക്ഷൻ വരുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, സോറി നോട്ട് ഇവിടെ. ഇതാണ് ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബബിൾ ഇല്ല കേട്ടോ. ഓക്കെ, ഇവിടെ എ ബി ദെൻ വൈ. ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്നാണത് എ ഒ എക്സ് ഓർ ബി എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ നമുക്ക് ഈ രീതിയിലൂടെ നമുക്ക് പറയാൻ പറ്റും, എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫിഗർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഡയഗ്രാം എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം. അപ്പോൾ രണ്ട് ഇൻപുട്ട് എ ബി എന്ന് പറയുന്ന ഇൻപുട്ട്, ഇവിടെ എ ബാർ എന്ന് വരും, ഇവിടെ എ വരും, ഇവിടെ ബി ബാർ വരും, ഇവിടെ ബി വരും. അപ്പോൾ ഇതിനെ ആൻഡ് ചെയ്യുമ്പോൾ എ ബാർ ആൻഡ് ബി, ഇവിടെ എ ആൻഡ് ബി ബാർ, അത് രണ്ടും ഓർ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, എ ബാർ ആൻഡ് ബി ഓർ എ ആൻഡ് ബി ബാർ. ഇതാണ് എക്സ് ഓർ ഗേറ്റിൻ്റെ എന്താ പറയുക ഇക്വലൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ
എന്ന് പറയുന്നത്, അതായത് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 0 XOR 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 XOR 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് XNOR ആണ്. XNOR എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ്. എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെർഷൻ ഓഫ് XOR ആണ്. XORൻ്റെ ഇൻവെർഷനാണ് വരുന്നത്. അതായത് നമ്പർ ഓഫ് ലോ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈസ് ഈവൻ. ലോ ഇൻപുട്ടുകളുടെ എണ്ണം ഈവൻ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, I ആയിരിക്കും. ഇൻപുട്ടുകളുടെ എണ്ണം ഈവൻ ആണെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് വരക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, A B Y 0 0 0 1 1 0 1 1 ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണേ, റെപ്രസെൻ്റ് ചെയ്യണേ. അപ്പോൾ ലോ ഇൻപുട്ടുകളുടെ എണ്ണം ഈവൻ ആണോ ഓഡാണോ പറയുക, ഇത് ഈവൻ ആണ്, ഇവിടെ ഓഡാണ്, ഇവിടെയും ഓഡാണ്, ഇവിടെ 0 ആണ് വരുന്നത്, അപ്പോൾ ഈവൻ ആണ്. അപ്പോൾ ഈവൻ വരാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 1. ഇതായിരിക്കും XNOR ഗേറ്റിൻ്റെ, അതായത് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റിൻ്റെ കേസിലുള്ള ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്, എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ്. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഒരു ബബിളും കൂടി ഇവിടെ വരുന്നുണ്ട്. ബബിൾ വരുന്നില്ലെങ്കിൽ അതെന്താണ്, എക്സ്ക്ലൂസീവ് ഓർ ആണ്. ഒരു ബബിൾ കൂടി വരികയാണെങ്കിൽ അതിനെ ഇൻവേർട്ട് ചെയ്യുക, അതായത് XORനെ ഇൻവേർഷൻ ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ഈ ബബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇത് XOR ആണ്, അതിനെ ഇൻവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, XNOR കിട്ടും. അപ്പോൾ ഇത് ഇവിടുത്തെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് y = A XOR B കോംപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുത്തെ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. ട്രൂത്ത് ടേബിൾ ഈ രീതിയിലായിരിക്കും. അപ്പോൾ തൊട്ട് മുമ്പുള്ള ട്രൂത്ത് ടേബിളും ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ ഇൻവേർഷൻ ആയിട്ടുള്ള കേസാണ് ഇവിടെ വരുന്നത്. ഇത്രയാണ് നമുക്ക് ലോജിക് ഗേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.